കെഎസ്ആർടിസി ഓർഡിനറി ബസ്സുകളിൽ വനിതകൾക്കായുള്ള സൗജന്യ യാത്ര ഇന്നു മുതൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തിരുവനന്തപുരത്ത് പദ്ധതി ഉദ്ഘാടനം ചെയ്യും. ഓർഡിനറി ബസ്സുകളെ തിരിച്ചറിയാൻ പ്രിയദർശിനി സ്റ്റിക്കറുകൾ ബസ്സുകളിൽ പതിച്ചിട്ടുണ്ട്. ഉദ്ഘാടന ബസ്സിലെ ഡ്രൈവറും കണ്ടക്ടറും വനിതകളായിരിക്കും. അതേസമയം ഉദ്ഘാടനത്തിൽ നിന്ന് വിട്ടുനിൽക്കാനാണ് സിപിഐഎം തീരുമാനം. സൗജന്യ യാത്രാ പദ്ധതിക്കെതിരെ ഇന്ന് മെൻസ് അസോസിയേഷൻ പ്രതിഷേധവും സംഘടിപ്പിക്കുന്നുണ്ട്. മേഘ്ന മുരളി തമ്പാനൂർ ഡിപ്പോ ഉദ്ഘാടന വേദിയാണ്. അവിടെ നിന്ന് തത്സമയം ചേരുന്നുണ്ട്. മേഘ്ന, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ സ്ത്രീകളെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ ഒരു ദിവസം കൂടിയാണ്. നമുക്കറിയാം, UDF സർക്കാർ പ്രഖ്യാപിച്ചതുപോലെ തന്നെ സൗജന്യ KSRTC യാത്ര ഇന്നു മുതൽ ആരംഭിക്കാനിരിക്കുന്നു. 9 മണിക്കാണ് ഉദ്ഘാടന ചടങ്ങൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്. അറിയാം, എങ്ങനെയാണ് അവിടുത്തെ ഒരു അന്തരീക്ഷം? ഗുഡ് മോർണിംഗ് അമൃത, ഗോകുൽ. സ്ത്രീ ശാക്തീകരണ പുതുയുഗ യാത്രയ്ക്ക് KSRTCയിലൂടെ പുതുതുടക്കമെന്നുള്ളതാണ് സർക്കാരിന്റെ മുദ്രാവാക്യം. അത്തരത്തിൽ ഈ ഭരണത്തിലേറുന്നതിന് മുന്നേ പറഞ്ഞൊരു വാക്ക് അത് ജനങ്ങൾക്കായി പാലിക്കുന്നു. അതിനുള്ള അഭിമാനബോധത്തോടു കൂടി തന്നെയാണ് സർക്കാർ ഇന്ന് ഈ ഉദ്ഘാടന വേദിയിലേക്ക് എത്തിയിട്ടുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് സംസ്ഥാനതല ഉദ്ഘാടനം നടക്കുന്ന തിരുവനന്തപുരം തമ്പാനൂർ സെൻട്രൽ KSRTC ബസ് സ്റ്റാൻഡിലാണ്. ഇവിടെയാണ് ഉദ്ഘാടന വേദി സജ്ജീകരിച്ചിരിക്കുന്നത്. നമുക്ക് കാണാം, ഒട്ടനവധി പേർ ഇവിടേക്ക് എത്താനുണ്ട്. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ സെൻട്രൽ ബസ് സ്റ്റാൻഡിന് തൊട്ട് മുന്നിലാണ് ഈ സ്റ്റേഡിയം ഒരുക്കിയിരിക്കുന്നത്, ഈ സ്റ്റേജ് ഒരുക്കിയിരിക്കുന്നത്. അതിനുശേഷം ഇവിടെ 8:30 മണിയോടുകൂടി തന്നെ ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കും. മുഖ്യമന്ത്രിയായിട്ടുള്ള വി.ഡി. സതീശനാണ് ഉദ്ഘാടനം നിർവഹിക്കുക. ശേഷം ബസിന്റെ ഫ്ളാഗ് ഓഫും ഉണ്ടാകും. അതിനുശേഷമായിരിക്കും ആ ബസ്സിൽ തന്നെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ച ആ ബസ്സിൽ തന്നെയായിരിക്കും മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മറ്റ് ജനപ്രതിനിധികളും സഞ്ചരിക്കുന്നുണ്ടാവുക എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ബസ്, ഈ ആദ്യ ഉദ്ഘാടന ബസ്സിൽ ഡ്രൈവറും കണ്ടക്ടറും സ്ത്രീകളാണ് എന്നുള്ളതാണ്. ആദ്യ PSC വഴി നിയമനം നേടിയിട്ടുള്ള വനിതാ ഡ്രൈവറാണ് ഈ ബസ് ഓടിക്കുന്നത്. അതുപോലെ തന്നെ തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള സ്ത്രീയാണ് കണ്ടക്ടറായി വരികയും ചെയ്യുന്നത്. അങ്ങനെ ഒട്ടനവധി പ്രത്യേകതകളുണ്ട്. അതിൽ സർക്കാർ പറയുന്നത് ഏത് വിധേനയും ഈ പദ്ധതി നടപ്പിലാക്കുമെന്ന് തന്നെയാണ്. അതിനുള്ള എല്ലാ തരത്തിലുമുള്ള മുന്നൊരുക്കങ്ങൾ നടത്തി ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ ജൂൺ 15-ന് പദ്ധതി നടപ്പിലാക്കുമെന്നുള്ള ഒരു ഉറപ്പ് നൽകിയിരുന്നു. ആ ഉറപ്പ് കൂടിയാണ് പാലിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. അതിൽ കുറച്ച് നിർദ്ദേശങ്ങൾ കൂടി പറയുന്നുണ്ട്. അതായത് ഈ 0 മൂല്യമുള്ള ടിക്കറ്റ് നൽകിക്കൊണ്ടാണ് ഇനി സ്ത്രീകൾക്ക് സംസ്ഥാനത്തെ എല്ലാ ഓർഡിനറി ബസ്സുകളിലും 3125 ഓർഡിനറി ബസ്സുകളാണ് സംസ്ഥാനത്തുള്ളത്. ആ ബസ്സുകളിലെല്ലാം 0 നിരക്കിലുള്ള ടിക്കറ്റ് വിതരണം ചെയ്യും. ആ ടിക്കറ്റ് എടുക്കുക നിർബന്ധമാണ്, പക്ഷേ പണം കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റ് നിയമങ്ങളൊക്കെ, നമ്മൾ എന്തൊക്കെയാണ് ടിക്കറ്റ് എടുത്തില്ലെങ്കിൽ എന്തൊക്കെയാണ് നിയമവശങ്ങൾ ഉണ്ടാവുക, എന്തൊക്കെയാണ് പിഴകൾ ഉണ്ടാവുക, അതൊക്കെ തന്നെ ഇതിലും ബാധകമാണ് എന്നടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ ഈ ഓർഡിനറി ബസ്സുകൾ ഏതാണ്, സൂപ്പർ ഫാസ്റ്റ് ബസ്സുകൾ ഏതാണ് എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു പ്രയാസമുണ്ടെങ്കിൽ അത് മുന്നിൽ തന്നെ പ്രിയദർശിനി സ്റ്റിക്കറുകൾ ഒട്ടിച്ചിട്ടുണ്ടാകും. ആ സ്റ്റിക്കറുകൾ നോക്കി ഇത് ഞങ്ങൾക്ക് ആനുകൂല്യം ലഭിക്കുന്ന ബസ്സാണോ എന്ന് നോക്കി ഈ ബസ്സിൽ കയറാവുന്നതാണ്. അതുപോലെ തന്നെ ഏത് സ്റ്റോപ്പാണോ കണ്ടക്ടറോട് പറഞ്ഞത് ആ സ്റ്റോപ്പ് വരെ മാത്രമേ സ്ത്രീകൾക്ക് യാത്ര ചെയ്യാൻ കഴിയൂ. ഇനി വീണ്ടും അതിനപ്പുറത്തേക്ക് യാത്ര ചെയ്യണമെങ്കിൽ വീണ്ടും ടിക്കറ്റ് എടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. ഇനി ഈ ഒരു 100 ദിവസം എന്ന് പറയുന്നത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത്രയേറെ നിർണായകമാണ്. ഈ പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇനി 2ാം ഘട്ടം നടപ്പിലാക്കണമോ എന്നുള്ള കാര്യങ്ങളൊക്കെ സർക്കാർ ആലോചിക്കുക. ഇനി ദീർഘദൂര യാത്ര വേണോ, അല്ലെങ്കിൽ ദീർഘദൂര യാത്രയിലും ഈ സൗജന്യം വേണമോ എന്നടക്കമുള്ള കാര്യങ്ങൾ ആലോചിക്കുക എന്നുള്ളതാണ്. എന്തായാലും ഇവിടെ ഉദ്ഘാടന വേദിയിൽ എല്ലാ തരത്തിലുമുള്ള ഒരുക്കങ്ങളൊക്കെ അത് ഇന്നലെ തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഇവിടെ വെച്ചാണ് ഈ സംസ്ഥാനതല ഉദ്ഘാടനം. ഇനി മറ്റു ജില്ലകളിലുമൊക്കെ ഡിപ്പോ അടിസ്ഥാനത്തിൽ ജനപ്രതിനിധികളെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഉദ്ഘാടനം അടക്കം നടക്കുന്നുണ്ട്. ഇവിടെ ഉദ്ഘാടന ബസ് പെരുമാതുറ ബസ്സാണ്. അതിനുശേഷം ഈ ബസ്സിൽ തന്നെ മുഖ്യമന്ത്രിയും യാത്ര ചെയ്യുന്നുണ്ട്. സെക്രട്ടേറിയറ്റ് വരെയാണ് മുഖ്യമന്ത്രി യാത്ര ചെയ്യുക. അതുപോലെ തന്നെ CP ജോൺ അടക്കമുള്ള ഗതാഗത മന്ത്രി അടക്കമുള്ള ആളുകളും ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. CP ജോൺ നേരത്തെ തന്നെ പറഞ്ഞത് അത് സംസ്ഥാനത്തിന് ഒരു ബാധ്യതയാവും, അതൊരു അധിക ബാധ്യതയാണ് എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ അതിനേക്കാളും അപ്പുറത്തേക്ക് ഈ ഒരു സൗജന്യം നടപ്പിലാക്കുകയാണെങ്കിൽ കൂടുതൽ സ്ത്രീകൾ തൊഴിൽ തേടി പുറത്തേക്ക് വരുന്നൊരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെ കേരള എക്കണോമിക്ക് ഇത് വലിയ തരത്തിൽ പ്രയോജനം ചെയ്യുമെന്നുള്ളതാണ്. മറ്റൊരു വശത്ത് LDF MLA മാർ ഈ ഒരു പരിപാടി ബഹിഷ്കരിക്കുമെന്നുള്ളതാണ് ഇന്നലെ MV ഗോവിന്ദൻ പറഞ്ഞത്. അതിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നുള്ള കാര്യം അറിയില്ല. അതിൽ പറയുന്നത് ഒരു പറ്റിപ്പ് പരിപാടിയാണ്, ജനങ്ങളെ പറ്റിക്കാനുള്ളൊരു പരിപാടിയാണ് എന്നുള്ളതാണ് LDFന്റെ ഭാഗം. ആദ്യം എല്ലാ ബസ്സുകളിലും എന്ന് പറയുന്നു, പക്ഷേ ഇപ്പോൾ ഓർഡിനറി ബസ്സുകളിൽ മാത്രമാണ്. അതൊരു വഞ്ചനയാണ് എന്നുള്ള കാര്യമാണ് LDF പറയുന്നത്. ഇനി ഏതെങ്കിലും തരത്തിൽ LDF MLA മാർ വിവിധ മണ്ഡലങ്ങളിലോ അല്ലെങ്കിൽ ഈ സംസ്ഥാനതല ഉദ്ഘാടനത്തിലോ പങ്കെടുക്കുമോ എന്നുള്ള കാര്യത്തിലും നിലവിൽ വ്യക്തതയില്ല. എന്തായാലും ഇവിടെ ഉദ്ഘാടന പരിപാടികളൊക്കെ അത് തകൃതിയായി നടക്കുന്നു. കൃത്യം 8:30 മണിയോടുകൂടി തന്നെ ഫ്ളാഗ് ഓഫ് ഉണ്ടാകും. അതിനുശേഷമായി
മാത്രമായിരിക്കും പൊതുസമ്മേളനം അടക്കമുള്ള പരിപാടികളൊക്കെ ഉണ്ടാവുക. ഇവിടെ ആളുകളൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നു. അതിനുശേഷം ഇനി സ്ത്രീകൾക്കും ഈ ഒരു സംശയം ഉണ്ടാകും. ഇന്ന് മുതൽ എന്ന് പറയുമ്പോൾ ഇന്ന് രാവിലെ മുതൽ സൗജന്യമാണ് എന്നുള്ളൊരു സംശയം ഉണ്ടാകും. അങ്ങനെയല്ല, ഈ 9 മണിക്ക് ഉദ്ഘാടന പരിപാടി കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും എല്ലാ ബസ്സുകളിലും സൗജന്യ യാത്ര ഉണ്ടാവുക. എല്ലാ ഓർഡിനറി ബസ്സുകളിലും സൗജന്യ യാത്ര ഉണ്ടാവുക എന്നുള്ളതാണ്. ഇനി ദിൽഷ തിലകൻ കൂടി ചേരുകയാണ് കോഴിക്കോട് നിന്ന്. ദിൽഷ, കോഴിക്കോട്ടെ കാര്യമെടുത്താൽ വടക്കൻ കേരളത്തിൽ ഓർഡിനറി ബസ്സുകൾ അല്ലെങ്കിൽ ഓർഡിനറി നിരക്കിലുള്ള KSRTC ബസ്സുകൾ കുറവാണ്. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലൊക്കെ കാര്യമായ സർവീസുകൾ, ഈ ഓർഡിനറി സർവീസുകളുടെ കാര്യമെടുത്താൽ ഏറ്റവും കുറവ് കേരളത്തിൽ മലപ്പുറത്താണ്. അപ്പോൾ പൊതുവെ മലപ്പുറത്തിന് ഒരു ചെറിയ വിഷമമുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള നടപടികൾ പിന്നാലെ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. എന്താണ് മലപ്പുറത്തും വടക്കൻ കേരളത്തിലും മലബാറിലെയും ഒക്കെ ഒരു പ്രതികരണം ഈ സൗജന്യ യാത്രയോട്? തീർച്ചയായിട്ടും ഗോകുൽ ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. കാരണം ഗോകുൽ സൂചിപ്പിച്ചതുപോലെ തന്നെ മലബാറിനെ സംബന്ധിച്ച് ചെറിയ ഒരു ഇത്തരത്തിൽ കുറവുകൾ, ഓർഡിനറി ബസ്സുകളുടെ ഒരു കുറവുകളുണ്ട്. എന്നാൽ പോലും അത് വരും കാലങ്ങളിൽ അത് പരിഹരിക്കപ്പെടുമെന്നൊരു ഉറപ്പ് കൂടി സർക്കാർ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് വലിയ രീതിയിൽ ഒരു വിഷമത്തിലേക്ക് പോകുന്നില്ല. എന്തായാലും മലബാറിലെ സ്ത്രീകൾ അതിനെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്നു എന്ന് തന്നെ വേണം ഈ ഒരു കാര്യത്തിൽ പറയാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ സൗജന്യ യാത്ര, പ്രിയദർശിനി സൗജന്യ യാത്രയുടെ ബസ്സാണ് ഇത്. ഏകദേശം 9 മണിക്കാണ്. കാരണം ഏകദേശം 9 മണിക്ക് ജില്ലാതല ഉദ്ഘാടനം, കോഴിക്കോട് ജില്ലയിലെ ജില്ലാതല ഉദ്ഘാടനം 9 മണിയോടുകൂടി ആണ്. അത് MK രാഘവൻ MP ആണ് നിർവഹിക്കുക. നമുക്ക് കുറച്ച് പ്രതികരണങ്ങൾ തേടാം. ഇപ്പോൾ ഇന്നു മുതൽ പ്രിയദർശിനി സൗജന്യ യാത്രയാണ്, അറിഞ്ഞു കാണുമല്ലോ. അപ്പോൾ എന്താണ്, ഒരു സന്തോഷമായോ? സന്തോഷമായി. സാധാരണ KSRTC ബസ്സുകൾ തന്നെയാണോ ആശ്രയിക്കുന്നത്? ചില സമയത്ത് KSRTC ബസ്സിലാണ്. ചേച്ചി, ഇന്നു മുതൽ സൗജന്യ യാത്രയാണ്, അപ്പോൾ എന്താണ് തോന്നുന്നത്? സന്തോഷം. KSRTC ബസ്സുകളെ ആശ്രയിക്കാറുണ്ട്? ഞങ്ങൾ കോട്ടയത്തിൽ നിന്ന് വരുന്നു. അപ്പം സ്ത്രീകളെ സംബന്ധിച്ച് ഉപകാരമുള്ളൊരു പദ്ധതി കൂടി. അതെ അതെ, അങ്ങനെയാണ്. കാരണം ഇന്ന് രാവിലെ ഏകദേശം 9 മണിയോട് കൂടിയാണ് ഈ പദ്ധതിയുടെ ഉദ്ഘാടനം. അത് MK രാഘവൻ MP ആണ് ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുക. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു സ്വീകാര്യത തന്നെ ഈ ഒരു പദ്ധതിക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 149 ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് ടിക്കറ്റ് എടുക്കാതെ സൗജന്യ യാത്ര ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അതിൽ കോഴിക്കോട്, താമരശ്ശേരി, വടകര, തൊട്ടിൽപ്പാലം, തിരുവമ്പാടി എന്നിവിടങ്ങളിൽ നിന്നെല്ലാം ഉള്ള ഏകദേശം 149 ബസ്സുകളിലാണ് ഈ ബസ്സുകളിലാണ് ഈ സർവീസ് ഉണ്ടാവുക. കോഴിക്കോട് ഡിപ്പോയിൽ നിന്ന് മാത്രം 31ഓളം ഓർഡിനറി സർവീസുകൾ ഉണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മാത്രമല്ല മലപ്പുറം, പാലക്കാട്, കണ്ണൂർ, വയനാട്, തിരുവമ്പാടി, മുക്കം, തൊട്ടിൽപ്പാലം എന്നിവിടങ്ങളിലേക്കാണ് ഈ സർവീസുകൾ ഉള്ളത്. ജില്ലയ്ക്ക് പുറത്തേക്കും സ്ത്രീകൾക്ക് സൗജന്യമായിട്ട് യാത്ര ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. കാരണം അധിക ഡിപ്പോകളിൽ നിന്നുള്ള ഓർഡിനറി സർവീസുകളും ജില്ലയ്ക്ക് പുറത്തേക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ഉപകാരമാകും. എന്തായാലും വലിയ രീതിയിൽ ഈ ഒന്നിലധികം ബസ്സുകൾ കയറിയും വീട്ടുജോലികൾക്കെല്ലാം പോകുന്ന സ്ത്രീകൾ, അവരെയൊക്കെ സംബന്ധിച്ച് വലിയൊരു തുക സമ്പാദിക്കാൻ കൂടിയുള്ളൊരു മാർഗം കൂടിയാണ് അത്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ എന്തായാലും ഈ ഒരു പദ്ധതി ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയാണ്. ഗോകുൽ ആദ്യഘട്ടത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ചെറിയ ഈ ഓർഡിനറി സർവീസുകളുടെ കുറവ്, അത് ഒരു വിഷമം ഉണ്ടെങ്കിൽ പോലും അതും പരിഹരിക്കപ്പെടുമെന്ന പ്രതീക്ഷ കൂടി എല്ലാവരും പങ്കുവെക്കുന്നുണ്ട് ഈ ഒരു വിഷയത്തിൽ. തീർച്ചയായും ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം അത് നടപ്പാക്കുന്നതിനൊപ്പം തന്നെ ഈ സ്ത്രീകൾ ഈ ടിക്കറ്റ് നിരക്കിന് അല്ലെങ്കിൽ യാത്രയ്ക്ക് വേണ്ടി മുടക്കുന്ന പൈസ അത് സേവ് ചെയ്യുമ്പോൾ അത് മാർക്കറ്റിലേക്ക് വരും, കൂടുതൽ വിൽപ്പന നടക്കും, അല്ലെങ്കിൽ വാങ്ങൽ ശേഷി സ്ത്രീകൾ അത് കൂടുമെന്നതാണ് സർക്കാർ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു എക്കണോമിക്സ്. അത് നടക്കുമോ എന്നത് കണ്ടറിയണം. ഏതായാലും മുഖ്യമന്ത്രി പണ്ട് പറഞ്ഞതുപോലെ ഈ 100 ദിവസം കഴിയുമ്പോൾ ഒരു ടൂറൊക്കെ പോകാൻ പറ്റുന്ന തരത്തിലേക്ക് എല്ലാ ബസ്സുകളിലേക്കും ഈ പദ്ധതി വ്യാപിപ്പിക്കട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.